ആ ഓടിയ ഓട്ടത്തിൽ ആന ആദ്യം പിടിച്ചു എൻ്റെ പോക്കറ്റ്, എൻ്റെ മൊബൈൽ ഇതടക്കം ആൻ്റെ കയ്യിൽ പോയിട്ടു. ഒരു രക്ഷപ്പെടേണ്ട ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഒരു മരത്തിൻ്റെ അടിയിലേക്ക് ഊർന്ന് നിരങ്ങി നീങ്ങിയതാണ്. ഞാൻ ഇവിടുന്ന് കാലത്ത് വെട്ടാൻ പോകുമ്പോൾ 7 മണിയായി. 7 മണിക്കാണ് ഞാൻ ഈ സ്ഥലത്തെത്തുന്നത്. അവിടെ ചെന്നപ്പോൾ ഈ ആന വന്നോട്ട് ചെന്ന ഉദ്ദേശം ഒരു 7:10 അത്ര സ്ഥലമുള്ളൂ. പക്ഷേ ഈ സാധനം എവിടുന്നാണ് വരണമെന്ന് എനിക്ക് കാണാൻ പറ്റില്ല. ആ കൊക്കോ കാപ്പിയിലുള്ളന്ന് അതുകൊണ്ട് വന്ന് അതിൻ്റെ എല്ലാം ആരോ വിളിച്ച് നിലവിളിക്കുന്നുണ്ട്, അതെനിക്ക് കേൾക്കാം. അത് ഞാനിട്ട് വന്ന് മുന്നിൽ കണ്ട് എത്തിയ ഒരു 10 മീറ്റർ അകലെ ആനയും കുട്ടിയും മുന്നിൽ ചാടി. ഈ ആനയും കുട്ടിയും മുന്നിൽ ചാടിയപ്പോൾ ഞാൻ എന്തോ നിലവിളിച്ചൊരു ഒറ്റ ഓട്ടം. ആ ഓടിയ ഓട്ടത്തിൽ ആന ആദ്യം പിടിച്ചു എൻ്റെ പോക്കറ്റ്, എൻ്റെ മൊബൈൽ ഇതടക്കം ആൻ്റെ കയ്യിൽ പോയിട്ടു. അവിടെ ഞാൻ വെള്ളത്തേക്ക് ചാടി. എന്തോ വെള്ളം ഞാൻ നോക്കിയിരുന്നില്ല, വെള്ളം ഭയങ്കര വെള്ളം. ആ മരട്ടിൻ്റെ ഉള്ളിൽ ഞാൻ ഒറ്റ ചാട്ടം. ആ ചാട്ടത്തിൽ ആന കയറിയിട്ട് കേടോ കയ്യിൽ ഒരു പിടുത്തം. ആ പിടുത്തം മരട്ടിൻ്റെ വേരെ അടക്കാൻ കിട്ടുള്ളൂ. പക്ഷേ ആനയ്ക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. മരട്ടിൻ്റെ വേര് വിട്ടാൽ പിടിച്ചേ ആനയ്ക്ക് തുമ്പി ഇളക്കാൻ പറ്റില്ല, അത്രയും വണ്ണുള്ള വേരല്ലേ. അതിൽ പടച്ചോൻ്റെ വേണ്ടോടുകൂടി ആന കുട്ടിയോട് കൂടി ആ ചെരുക്ക് ആന എന്നാ വിട്ടിട്ട് ഒറ്റ ഓട്ടം. ആ ഓടി ഓടുന്ന സ്ഥലം എൻ്റെ വെള്ളത്തിൽ നിന്ന് പോയി. അതെനിക്ക് ഓർമ്മയില്ല. കുറച്ച് നേരം ആ വെള്ളത്തിൽ കിടന്ന് കയറി. അപ്പോൾ ഈ ഇവിടുത്തെ പിള്ളേരൊക്കെ ഓടി വന്നു. ആദ്യം നമ്മളെ കാതിർ എന്ന ആ പയ്യനെ ഓടി വന്നത്. അതിലൊക്കെ കുഴപ്പമില്ല എന്ന് ഓടി എൻ്റെ അടുത്തെത്തി. കാതിരും പിള്ളേരെല്ലാം കൂടി ഓടി വന്നു. അപ്പോഴത്തിന് മനാഫ് വേണ്ടിയിട്ട് വന്നു. വേണ്ട തെക്കും തിരക്കും ആസ്പത്രിയിലെത്തി. അപ്പോഴേക്കപ്പോൾ അത് മാത്രമേ എനിക്കറിഞ്ഞുള്ളൂ. പിന്നെ വേറെ അതിനിപ്പോൾ എന്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഏലുപ്പാട് ആസ്പത്രിയിൽ ചെന്നവിടെ ചെറിയൊരു ഇത് വന്നു എനിക്ക്. വണ്ടി പോകുമ്പോൾ ഒരു ഇതുമില്ല, എനിക്ക് കിടക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അനവധി ആൾക്കാർക്ക് ആനൻ്റെ ശല്യത്തിനുണ്ട്. ഒരാൾക്കോ 2 ആൾക്കോ 3 ആൾക്കോ ഒന്നുമല്ല. ഈ ഏരിയ കംപ്ലീറ്റ് അങ്ങനെയാണ്. ഇപ്പോൾ ചില വീടുകളിലൊക്കെ രാത്രി നേരം വെളുക്കോളം വാച്ചർമാരിരിക്കുക, കാത്തിരിക്കുക അവർ. ആനൻ്റെ ശല്യം കൊണ്ട് ഈ പുഴയിലക്കരൊക്കെ ഭയങ്കര ശല്യമാണ്. അപ്പോൾ ഇവിടെ ആ പെട്ടിക്കടക്കാരൻ്റെ വീട്, അവരുടെ വീടൊക്കെ അവർ നോക്കിയിരിക്കും. ആ വാവാറിനവൻ്റെ വീട്ടിൽ എന്നും അവർ കാത്തിരിക്കുക ആന കാത്ത്, ആന ശല്യം ചെയ്തിട്ട്. അനവധി വീടുകളിൽ ഇവിടെ എൻ്റെ തൊട്ടടുത്ത് ആ മണിയുടെ വളപ്പുണ്ട്. അതിലൊരാഴ്ചയിൽ 2 ദിവസം ആന വരാതിരിക്കില്ല. അതേമാതിരിയുള്ള കഷ്ടപ്പാടായിരുന്നു. ഡോക്ടർ പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ എന്നോട് 2 ആഴ്ച കഴിഞ്ഞിട്ട് ആസ്പത്രിയിൽ ചെല്ലാനാണ്. 6 ആഴ്ച, ഏറ്റവും കുറഞ്ഞത് 6 ആഴ്ച ഇളകാതെ ഒരേ കിടപ്പ് കിടക്കുക. അപ്പോൾ ചിലപ്പോൾ കാലിൻ്റെ പൊട്ട് കൂടും, അല്ലെങ്കിൽ ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വരും. പിന്നെ കയ്യിൻ്റെ ഇത് പറഞ്ഞാൽ ഈ തോള് തന്നെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതങ്ങനെ കിടന്നിട്ട് കൂടണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആയുസം പ്ലാന്റേഷൻ എന്നാണ് അത്. എസ്റ്റേറ്റ് പാടിയിലാണ് നമ്മുടെ താമസം. ഞങ്ങൾ ഒരാളെ സഹായിക്കാൻ പോയപ്പോൾ ആന പെട്ടെന്ന് ഓടി വന്നിട്ട് അടിച്ച് താഴെ വീഴ്ത്തി. ഒരു രക്ഷപ്പെടേണ്ട ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഒരു മരത്തിൻ്റെ അടിയിലേക്ക് ഊർന്ന് നിരങ്ങി നീങ്ങിയതാണ്. കാലിന് ചെറിയ പരുക്കുണ്ട്, മേലൊക്കെ ആകെ മുള്ളു കൊണ്ടും അതുകൊണ്ട് പോറി എല്ലാം കൊണ്ട്. അപ്പോൾ കൂട്ടുകാരൊക്കെ ഓടിക്കൂടി ഒച്ചും ബഹളമൊക്കെ ഉണ്ടാക്കി വന്നുകൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. എല്ലിന് പൊട്ടലുണ്ട്, പ്ലാസ്റ്റർ ഇടുന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. പിന്നെ മേലൊക്കെ ആകെ മുറിവും പാടുകളൊക്കെ ഉണ്ടായിരുന്നു. ആനുകൂല്യങ്ങൾ എന്തെങ്കിലും കിട്ടുമെന്ന് ഗവൺമെൻറ് തീരുമാനിച്ചെന്തെങ്കിലും കിട്ടും. കമ്പിയായിട്ടൊന്നും ചെയ്യില്ല. ഏത് സമയത്തും എസ്റ്റൻറ്റും റോട്ടിൽ കൂടെ പാടിയുടെ ലൈനിൻ്റെ അടിയിൽ കൂടെ അഴുത്തോടെയൊക്കെ പോകുന്ന കാണാം. ഞങ്ങൾ രാത്രിയും പകലും കാണാനുണ്ട്. ഭയങ്കര പ്രശ്നമാണ്, ശല്യമാണ്. ഗവൺമെൻറ് തലത്തിലും ഫോറസ്റ്റിൻ്റെ ഇതിലും ഒന്നും ചെയ്യുന്നില്ല. ഫോറസ്റ്റിൻ്റെ ആയാലും ഗവൺമെൻറ്റിൻ്റെ ആയാലും എന്തെങ്കിലും ഉടനെ നടപടി എന്തെങ്കിലും ഉണ്ടായില്ലെങ്കിൽ ഇനിയും എനിക്ക് പറ്റിയത് ചെറുതായിട്ട് സംഭവിച്ചുള്ളൂ. 4 പേരൊക്കെ മരിച്ചിട്ടുണ്ട് ഇവിടെ. എന്തെങ്കിലും ഉടനെ എന്തെങ്കിലും നടപടി ഉണ്ടായില്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഇനിയും ഉണ്ടാവും. ആനകൾ ഭയങ്കര കൂട്ടായിട്ട് വരികയാണ് ഇപ്പോൾ. ലൈവ് ന്യൂസ് പുതുക്കാട്. വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണം. അധികാരിവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ? വരൂ, നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം. ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ. ലൈവ് ന്യൂസ്, നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി. വാർത്തകളും അറിയിപ്പുകളും 8301 809039 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക.